2024 ജൂലൈ 20 ശനി. ഇന്ന് 1199 കർക്കിടകം 5. വാർത്തകൾ വായിക്കുന്നത് ജി രവി. സോഫ്റ്റ്വെയർ തകരാർ, ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായി. ചരിത്രത്തിലെ തന്നെ വൻ IT സ്തംഭനം ബാധിച്ചത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോക്താക്കളെ. 1500-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി ബാങ്കുകളെയും ഓഹരി വിപണിയെയും ബാധിച്ചു. സോഫ്റ്റ്വെയർ തകരാർ മൂലം ലോകമാകെ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിശ്ചലമായതോടെ ഇന്ത്യയടക്കം പല രാജ്യങ്ങളിലെയും വിമാനത്താവളങ്ങൾ, ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, കമ്പനികൾ അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ താറുമാറായി. ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ IT സ്തംഭനാവസ്ഥയ്ക്കാണ് ഇന്നലെ ലോകം സാക്ഷ്യം വഹിച്ചത്. ക്രൗഡ് സ്ട്രൈക്ക് ഫാൽക്കൺ എന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോക്താക്കൾക്ക് നൽകിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റാണ് പ്രശ്നങ്ങൾക്ക് കാരണം. മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സേവനമായ ആഷർ പ്ലാറ്റ്ഫോമിലെ തകരാറും ഉപയോക്താക്കളെ വലച്ചു. ലോകമാകെ കുറഞ്ഞത് 1500-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. ഇന്ത്യയിൽ ഇൻഡിഗോ മാത്രം 350-ലേറെ സർവീസുകളാണ് റദ്ദാക്കിയത്. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തു. അടിയന്തര യാത്ര ആവശ്യങ്ങളില്ലാത്തവർ വിവരമറിയാനായി വിമാനത്താവളങ്ങളിലേക്ക് വരുന്നതും കോൾ സെൻ്ററുകളിൽ വിളിക്കുന്നതും കഴിവതും ഒഴിവാക്കണമെന്നും ഇൻഡിഗോ അഭ്യർത്ഥിച്ചു. ബാങ്കുകളടക്കം നേരിയ തോതിൽ തടസ്സം നേരിട്ടതായി റിസർവ് ബാങ്ക് അറിയിച്ചു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസിൻ്റെ സംപ്രേഷണം ഏതാനും മണിക്കൂറുകൾ മുടങ്ങി. മണ്ണിടിച്ചിലിൽപ്പെട്ട ലോറിക്കും ഡ്രൈവർക്കുമായി തിരച്ചിൽ, കാണാതായിട്ട് 4 ദിവസം. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്തിൽ 250 മീറ്റർ നീളത്തിൽ മലകണക്കെ ഇടിഞ്ഞു വീണ മൺകൂനയ്ക്കുള്ളിൽ 90 മണിക്കൂറോളം അതിജീവിച്ച് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കേരളം. കന്യാകുമാരി പനവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30-നായിരുന്നു അപകടം. കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ പ്രേമൻ്റെയും ഷീലയുടെയും മകൻ അർജുൻ മലപ്പുറം നെടുവണ്ണപ്പാറയിലേക്ക് തടിയുമായി വരികയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വരെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകളും മറുവശത്ത് ഗംഗാവാലി നദിയുമുള്ള സ്ഥലത്താണ് അപകടം. ഇവിടെ നിരപ്പായ ഭാഗത്ത് ലോറി ഡ്രൈവർമാർ വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ചെയ്യാറുണ്ട്. മണ്ണിടിച്ചിലിൽ ഇതിനകം 7 പേരുടെ മൃതദേഹം കണ്ടെത്തി. അർജുൻ ഉൾപ്പെടെ 3 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. AC ഡ്രൈവിംഗ് ക്യാബിനുള്ള ലോറിയായതിനാൽ ഉള്ളിൽ അർജുൻ സുരക്ഷിതനായിരിക്കുമെന്ന പ്രത്യാശയിലാണ് കുടുംബം. ലോറിയുടെ GPS മണ്ണിനടിയിൽ നിന്ന് കാണിക്കുന്നതും മൊബൈൽ ഫോൺ ഇടയ്ക്ക് ഓൺ ആയതുമാണ് പ്രതീക്ഷ. നാവികസേനയും ദുരന്ത നിവാരണ സേനയും രാത്രി വൈകിയും തിരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നു എന്ന വിമർശനമുണ്ട്. അടിയന്തര ഇടപെടൽ തേടി കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുണ്ട്. ജൂലൈ 1 ശേഷമുള്ള എല്ലാ അപ്പീലുകളും ന്യായസംഹിത പ്രകാരമെന്ന് ഹൈക്കോടതി. ക്രിമിനൽ നടപടി ചട്ടമനുസരിച്ച് വിധി പറഞ്ഞ കേസാണെങ്കിലും ജൂലൈ 1 ശേഷമോ ഫയൽ ചെയ്യുന്ന അപ്പീലുകൾക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ നടപടിക്രമമാണ് ബാധകമെന്ന് ഹൈക്കോടതി. പോക്സോ കേസിൽ തന്നെ ശിക്ഷിച്ച് ജൂൺ 12-ന് മഞ്ചേരി പ്രത്യേക കോടതി നൽകിയ വിധിക്കെതിരെ വേങ്ങര സ്വദേശി അബ്ദുൽ ഖാദർ അപ്പീൽ നൽകിയത് കഴിഞ്ഞ 10-നാണ്. എന്നാൽ 1-ന് BNSS പ്രാബല്യത്തിൽ വന്നതിനാൽ CRPC പ്രകാരമല്ല അപ്പീൽ നൽകേണ്ടതെന്ന് ജസ്റ്റിസ് PG അജിത് കുമാർ വ്യക്തമാക്കി. കേസിൽ വിചാരണയും വിധിയുമുണ്ടായത് CRPC പ്രകാരമായതിനാൽ അപ്പീലിൽ CRPCയാണ് ബാധകമാകുകയെന്നും ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ അപ്പീൽ നൽകിയത് ന്യായസംഹിത പ്രകാരമായതിനാൽ CRPC അല്ല ബാധകമെന്ന് കോടതി പറഞ്ഞു. പലസ്തീനിലെ ഇസ്രായേൽ കുടിയേറ്റം നിയമവിരുദ്ധമെന്ന് രാജ്യാന്തര കോടതി. മധ്യഗാസയിലും റഫയിലും ആക്രമണം തുടരുന്നു. പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള അധിനിവേശവും കുടിയേറ്റവും നിയമവിരുദ്ധമാണെന്നും എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും രാജ്യാന്തര നീതിന്യായ കോടതി ഉത്തരവിട്ടു. വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലെ ഇസ്രായേൽ കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങൾക്കെതിരാണെന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും വലിയ കോടതിയുടെ 15 ജഡ്ജിമാർ ചേർന്ന് പുറപ്പെടുവിച്ച ഉപദേശ രൂപേണയുള്ള വിധി വായിച്ച പ്രസിഡന്റ് നവാഫ് സലാം പറഞ്ഞു. UN പൊതുസഭയിൽ 2022 ഉയർന്ന നിയമപ്രശ്നത്തെ തുടർന്നുള്ള കേസിലാണ് ഇപ്പോഴത്തെ വിധി.
ഇസ്രായേൽ സ്വന്തം ഭൂമിയിൽ കഴിയുന്നതിനെ എങ്ങനെ അധിനിവേശമെന്ന് വിശേഷിപ്പിക്കാനാകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇതേസമയം മധ്യ ഗസയിലും തെക്കൻ ഗസയിലും റഫയിലും ഇസ്രായേൽ സേന കനത്ത ആക്രമണം തുടരുകയാണ്. നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. റഫയിൽ ആക്രമണത്തെ ഹമാസ് ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ബുറേജ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യമനിലെ ഹൂതികൾ ഇസ്രായേലിലെ ടെൽ അവീവിൽ ഡ്രോൺ ആക്രമണം നടത്തി. ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏദൻ കടലിടുക്കിൽ ചരക്ക് കപ്പലിനു നേരെയും ആക്രമണമുണ്ടായി. പലസ്തീനിലെ UN ഏജൻസികൾക്കുള്ള സഹായം ബ്രിട്ടനിലെ പുതിയ സർക്കാർ പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയിലും തകരാതെ മുന്നോട്ടു പോയൊരാൾ. രോഗത്തിൻ്റെ മൂർധന്യത്തിലും ചിരിക്കുന്ന മുഖവുമായി നിലകൊണ്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിജീവന പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഉത്തമ മാതൃക തീർത്താണ് വിട വാങ്ങിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിസന്ധി ഉണ്ടായാലും തകരാതെ മുന്നോട്ട് പോകുന്ന മാതൃകയാണത്. വിമർശകരിലും അധിക്ഷേപക്കാരിലും നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതിൽ തളരാതെ ദൗത്യത്തിൽ മനസ്സർപ്പിച്ച് മുന്നോട്ട് പോകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അരനൂറ്റാണ്ടിൻ്റെ ഉമ്മൻചാണ്ടി ഓർമ്മയിൽ ലീഡർഷിപ്പ് സമ്മിറ്റ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രസംഗത്തിലുടനീളം ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി പ്രകീർത്തിച്ചു. PM സൂര്യഭവനം പദ്ധതി ഓരോ സോളാർ പുരപ്പുറ പ്ലാന്റിനും തദ്ദേശ സ്ഥാപനത്തിന് 1000 രൂപ. പ്രൈം മിനിസ്റ്റർ സൂര്യഭവനം പദ്ധതിയുടെ കീഴിൽ സ്ഥാപിക്കുന്ന ഓരോ സോളാർ പ്ലാന്റിനും അതത് പഞ്ചായത്ത് അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1000 രൂപ വീതം ആനുകൂല്യമായി ലഭിക്കും. ഇത് സംബന്ധിച്ച മാർഗരേഖ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കി. 1000 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത്. 1 കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയെന്നതാണ് PM സൂര്യഭവനം പദ്ധതിയുടെ ലക്ഷ്യം. ദേശീയ സോളാർ പോർട്ടലിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അക്കൗണ്ട് വിവരങ്ങൾ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. KSEB പോലെയുള്ള വൈദ്യുതി വിതരണ കമ്പനികൾക്കും ആനുകൂല്യമുണ്ട്. നിലവിലുള്ള പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയിലെ ശേഷിയേക്കാൾ 10% മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാനായാൽ ആനുകൂല്യം ലഭിക്കും. 10 മുതൽ 15% വരെ ശേഷി അധികമായി സ്ഥാപിച്ചാൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള തുകയുടെ 5% വരെ ലഭിക്കും. 15% മുകളിലാണെങ്കിൽ 10% ലഭിക്കും. കടയുടമയുടെ പേര് പ്രദർശിപ്പിക്കൽ വിവാദ ഉത്തരവ് ആവർത്തിച്ച് യോഗി ആദിത്യനാഥും. ഉത്തരാഖണ്ഡിലും സമാന നിർദ്ദേശം. കൻവർ തീർത്ഥാടകർ കടന്നുപോകുന്ന വഴിയിലെ ഭക്ഷണശാലകളിൽ കടയുടമകളുടെ പേരെഴുതി പ്രദർശിപ്പിക്കണമെന്ന വിവാദ നിർദ്ദേശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തി. മുസഫർ നഗർ പോലീസ് കൊണ്ടുവന്ന നിർദ്ദേശം വിവേചനപരവും വർഗീയ സംഘർഷത്തിന് ഇടയാക്കുന്നതുമാണെന്ന ആരോപണത്തെ തുടർന്ന് അവർ പിൻവലിച്ചതിന് പിറ്റേന്നാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെ ഉത്തരാഖണ്ഡും സമാന നിർദ്ദേശം നൽകി. റെസ്റ്റോറൻറ്റുകളും ധാബകളും മാത്രമല്ല തട്ടുകടകൾ വരെ ഉടമകളുടെ പേരെഴുതി പ്രദർശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൻവർ തീർത്ഥയാത്രികർക്ക് ഹിന്ദു ദൈവങ്ങളുടെ പേരുള്ള ഭക്ഷണശാലകളിൽ നിന്ന് സസ്യേതര ഭക്ഷണം നൽകാറുണ്ടെന്ന് UP മന്ത്രി കപിൽദേവ് അഗർവാൾ ആരോപിച്ചിരുന്നു. മുസ്ലിങ്ങളുടെ കടകൾക്ക് ഹിന്ദു ദൈവങ്ങളുടെ പേരിടാൻ പാടില്ലെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. മുസഫർ നഗർ ജില്ലാ പോലീസ് തിങ്കളാഴ്ച നൽകിയ നിർദ്ദേശം പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് വ്യാഴാഴ്ച പിൻവലിച്ചിരുന്നു. കടയുടമയ്ക്ക് ആവശ്യമെങ്കിൽ പേര് പ്രദർശിപ്പിച്ചാൽ മതിയെന്നാണ് പോലീസിൻ്റെ പുതിയ മാർഗനിർദ്ദേശം. കേരളത്തിൽ നഴ്സിംഗ് MSc പ്രവേശനം ഓൺലൈൻ അപേക്ഷ 26 വരെ. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ സർക്കാർ നഴ്സിംഗ് കോളേജുകളിലെ 146 സീറ്റുകളിലെയും സ്വാശ്രയ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലെയും ദ്വിവത്സര MSc നഴ്സിംഗ് പ്രവേശനത്തിന് 26-ന് രാത്രി 11:59 വരെ അപേക്ഷിക്കാം. അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം ഇന്ന്. സ്കൂൾ അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലന യോഗം ഇന്ന് നടക്കും. വിദ്യാഭ്യാസ കലണ്ടറിൽ 27-നാണ് ക്ലസ്റ്റർ പരിശീലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നേരത്തെയാക്കിയത്. പരിശീലനം 20-ന് നടക്കുമെന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 18-ന് ഉത്തരവിറക്കി. വകുപ്പുതല പരീക്ഷ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണം. ജനുവരിയിലെ വിജ്ഞാപന പ്രകാരം നടത്തിയ വകുപ്പുതല പരീക്ഷയിൽ വിജയിച്ചവർ പ്രൊഫൈലിലൂടെ ഓൺലൈനായി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണം. അടിയന്തരമായി ആവശ്യമുള്ളവർക്ക് അപേക്ഷിച്ച ശേഷം ഓഫീസ് മേലധികാരിയുടെ സാക്ഷ്യപത്രം, ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം നേരിട്ടെത്തി ഓഗസ്റ്റ് 22 വരെ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ PSC ആസ്ഥാനത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാം.
കൂടാതെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ പരീക്ഷാർത്ഥികൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ടിലും ലഭ്യമാകും. ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന പകർപ്പ് പ്രൊമോഷൻ ആവശ്യങ്ങൾക്ക് താൽക്കാലികമായി ഉപയോഗിക്കാം. ശുഭദിനം. നന്ദി.